സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സമഗ്ര പരിശോധനയ്ക്ക് കായിക വകുപ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്പോർട്സ് കൗൺസിൽ നടത്തിയ മുഴുവൻ പർച്ചേസുകളും വിശദമായി പരിശോധിക്കും. കൗൺസിലിൽ അടിസ്ഥാന രേഖകളും കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലും കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര പരിശോധനയ്ക്കാണ് കായിക വകുപ്പ് ഇപ്പോൾ തയ്യാറാകുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ സ്പോർട്സ് കൗൺസിൽ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് കായിക വകുപ്പ് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്ന മുഴുവൻ പർച്ചേസുകളും ഇത്തരത്തിൽ കായിക വകുപ്പ് പരിശോധിക്കുന്നതായിരിക്കും. സ്പോർട്സ് കൗൺസിലിൽ അടിസ്ഥാന വിവരങ്ങൾ രേഖകളോ പോലും സൂക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിലെ കണ്ടെത്തിയിരിക്കുന്നത്. കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലും ഇപ്പോൾ നിലവിൽ സ്പോർട്സ് കൗൺസിലിൽ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കായിക താരങ്ങൾക്ക് വിതരണം ചെയ്യുവാനുള്ള 100 കണക്കിന് സാധനങ്ങൾ പൂഴ്ത്തിവെച്ച ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി കായിക വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ നടപടികളിലേക്കാണ് ഇപ്പോൾ കായിക വകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിഷയം വിവാദം ആയിരുന്നു. കായിക ഉപകരണങ്ങളും വസ്ത്രങ്ങളും അടക്കം ഇപ്പോൾ ദ്രുതഗതിയിൽ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ കായിക വകുപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടിയിരുന്നെങ്കിലും വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. എന്തായാലും സമഗ്രമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കായിക ഉപകരണങ്ങൾ സർക്കാർ നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ ജേഴ്സി പോലും നൽകാത്ത സാഹചര്യമുണ്ട്. സ്വന്തമായി പണം മുടക്കി മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ കായിക കൗൺസിലുള്ള വസ്തുക്കൾ പോലും ഇത്തരത്തിൽ കായിക താരങ്ങൾക്ക് നൽകാത്ത ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും കായിക മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അരുണിമ. ശരി, വ്യക്തമാണ്. വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.